ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലതായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടിപ്പൊരിഞ്ഞ് വന്നതിന് ശേഷം വലിയ ഉള്ളി എരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും അതുപോലെ ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് 2 തുണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് പെരിഞ്ചീരപ്പൊടിയും 1 നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവ് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് എരിവേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൾ, അതായത് കണവ, അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് പോരായുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ അതായത് അതൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി മാതിരിയാണെങ്കിൽ കുറച്ച് കായത്തിൽ വെക്കാം, അതല്ലെങ്കിൽ ഒന്ന് വെള്ളം വറ്റിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.